أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്ര സംബന്ധമായി അഹ്സാബ് യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് നടന്നു വന്നിരുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടായ, അനുഗ്രഹം ചൊരിയപ്പെട്ട അത്ഭുത ദൃഷ്ടാന്തത്തെക്കുറിച്ച് ഞാൻ വിവരിക്കുകയുണ്ടായി. അതുപോലെ ഈത്തപ്പഴങ്ങളിലും ബർക്കത്തുണ്ടായ ഒരു സംഭവം വിവരിക്കപ്പെടുന്നുണ്ട്. ഇപ്രകാരം വരുന്നു: കുറച്ച് ഈന്തപ്പഴങ്ങൾ കിടങ്ങ് ഒഴിക്കുന്ന എല്ലാവർക്കും കഴിക്കാൻ പര്യാപ്തമായി. അതിൻ്റെ വിശദീകരണം ഇപ്രകാരം വന്നിരിക്കുന്നു. ഖന്തക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു നിവേദനമാണിത്. ഹസ്രത്ത് ബഷീർ ബിൻ സഅദ് റളിയല്ലാഹുവിൻ്റെ മകൾ വിവരിക്കുന്നു: എൻ്റെ ഉമ്മ അമ്ര ബിൻത് റവാഹ എൻ്റെ വസ്ത്രത്തിൽ കുറച്ച് ഈത്തപ്പഴങ്ങൾ വച്ച് തന്നുകൊണ്ട് പറഞ്ഞു, മോളെ, ഇത് ഉപ്പാക്കും മാമനും കൊടുത്തു വരിക. എന്നിട്ട് ഇത് നിങ്ങൾക്ക് പ്രാതലിനുള്ള ഭക്ഷണമാണെന്ന് പറയണം, പ്രാതലാണെന്ന് പറയണം. അവർ പറയുന്നു, ഞാൻ ഈത്തപ്പഴങ്ങളുമായി പോയി എൻ്റെ ഉപ്പയെയും മാമനെയും അന്വേഷിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തൂടെ കടന്നു പോകുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഇപ്രകാരം പറഞ്ഞു, മോളെ, നിൻ്റെ കയ്യിൽ എന്താണുള്ളത്? ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് എൻ്റെ ഉമ്മ എൻ്റെ പിതാവ് ബഷീർ ബിൻ സഅദിനും എൻ്റെ മാമു അബ്ദുള്ള ബിൻ റവാഹക്കും വേണ്ടി തന്നയച്ച ഈത്തപ്പഴങ്ങളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് എനിക്ക് കൊണ്ടുതരിക. ഞാൻ ആ ഈത്തപ്പഴങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരു കൈകളിലേക്കും വച്ചു കൊടുത്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുണിയിൽ വച്ച് പിന്നെ മറ്റൊരു തുണി കൊണ്ട് അത് മൂടുകയും ചെയ്തു. തുടർന്ന് ഒരു വ്യക്തിയോട് പറഞ്ഞു, ജനങ്ങളെ ഭക്ഷണത്തിനായി വിളിക്കുക. അങ്ങനെ കിടങ്ങു കൊഴിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവരെല്ലാവരും ആ ഈത്തപ്പഴങ്ങൾ ഭക്ഷിച്ചു തുടങ്ങി. ഈത്തപ്പഴങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ എല്ലാവരും ഭക്ഷിച്ചു കഴിഞ്ഞിട്ടും ഈത്തപ്പഴങ്ങൾ പ്രസ്തുത തുണിയുടെ അരികിൽ നിന്നും വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടായ മറ്റ് ചില സംഭവങ്ങളും വിവരിക്കപ്പെടുന്നുണ്ട്. ഹദ്റത്ത് ഉബൈദുല്ല ബിൻ അബി ബുർദ നിവേദനം ചെയ്യുന്നു, ഉമ്മ ആമിർ അഷലിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് ഒരു പാത്രത്തിൽ ഹേസ് എന്ന ഭക്ഷണം കൊടുത്തയക്കുകയുണ്ടായി. ഹേസ് എന്ന് പറയുന്നത് ഈത്തപ്പഴവും നെയ്യും പനീറും ചേർത്തുണ്ടാക്കുന്ന ഒരു വിഭവമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂടാരത്തിൽ ഹദ്റത്ത് ഉമ്മെ സലമയുടെ അടുക്കൽ ആയിരുന്നു. ഹദ്റത്ത് ഉമ്മെ സലമ അതിൽ നിന്ന് തൻ്റെ ആവശ്യത്തിന് ഭക്ഷിച്ചു. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്തുത പാത്രവുമായി പുറത്തേക്ക് വരികയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിയാൾ എല്ലാവരെയും ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചു കൂട്ടുകയും ചെയ്തു. ഖന്തക്ക് നിവാസികളെല്ലാം അത് മതിയാവോളം ഭക്ഷിക്കുകയും ചെയ്തു. എന്നിട്ടും പ്രസ്തുത ഭക്ഷണം നേരത്തെ ഉണ്ടായിരുന്നതുപോലെ തന്നെ ഒട്ടും കുറയാതെ അവശേഷിക്കുകയുണ്ടായി. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ദൈവഭക്തനായ ഒരുവൻ്റെ സാലിക്കിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നു, സാലിക്കായ ഒരു വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ
സാമീപ്യം വളരെയധികം കരസ്ഥമാകുന്നു. അത് ലോഹം ഒരു അഗ്നിയുടെ വർണ്ണം പൂർണ്ണമായും സ്വാംശീകരിക്കുകയും എത്രത്തോളം അത് അഗ്നിമയമാകുമെന്നാൽ അഗ്നിയല്ലാതെ മറ്റൊന്നും പ്രത്യക്ഷത്തിൽ അതിൻ്റെ ലോഹത്തിൻ്റെ മറ്റൊരു ഒരു നിറമോ കാര്യമോ കാണപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് പോലെ സമീപസ്ഥനാകുന്നു. ഈ ഒരു സ്ഥാനത്തെ, സാലിക്കിൻ്റെ സ്ഥാനത്തെ ലിഖാ, ദൈവദർശനം അല്ലെങ്കിൽ ദൈവവുമായുള്ള കൂടിക്കാഴ്ചയുടെ സ്ഥാനം എന്നാണ് പറയുന്നത്. ഇതിനെ വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ഈ ലിഖാ എന്ന ദൈവ സായുജ്യത്തിൻ്റെ പദവിയെ വിവരിച്ചുകൊണ്ട് സാലിക്കിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഈ ലിഖായുടെ അവസ്ഥയിൽ ചില സന്ദർഭങ്ങളിൽ മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ മാനുഷിക ശേഷിക്ക് പുറത്തുള്ള അമാനുഷികതയിൽ ഉൾപ്പെടുന്ന കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ദൈവിക ശക്തിയുടെ വർണ്ണം സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ടാകും. ഉദാഹരണമായി നമ്മുടെ യജമാന പ്രഭുവായ സയ്യിദുർ റസൂൽ ഹസ്രത്ത് ഖാത്തമുൽ അംബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൽ ഒരു പിടി ചരൽ സത്യനിഷേധികൾക്ക് നേരെ എറിഞ്ഞു. ആ ഒരു പിടി മണൽ എന്തെങ്കിലും ദ്വായുടെ ശക്തി മുഖേനയായിരുന്നില്ല, മറിച്ച് ആ മഹാത്മാവ് തൻ്റെ ആത്മീയ ശക്തി കൊണ്ടാണ് എറിഞ്ഞത്. എന്നാൽ ആ ഒരു പിടിച്ചരൽ ദൈവിക ശക്തി പ്രകടമാക്കുകയുണ്ടായി. ശത്രു സൈന്യത്തിനു മേൽ അത് വളരെ അസാധാരണമായ പ്രഭാവം ചെലുത്തി. അവരിൽ ഒരാൾ പോലും ഒഴിയാതെ എല്ലാവരുടെയും കണ്ണിൽ ആ പൊടിപടലങ്ങൾ പുരളുകയുണ്ടായി. അവരെല്ലാവരും അന്ധരെ പോലെയായി ഭവിച്ചു. എല്ലാവരും പരിഭ്രാന്തരും അസ്വസ്ഥചിത്തരുമായി മാറി. അവർ സുബോധമില്ലാത്തവരെ പോലെ അവിടെ നിന്ന് ഓടിപ്പോകാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള വേറെയും ഒരുപാട് മുഅ്ജിസത്തുകൾ, അത്ഭുതങ്ങളുണ്ട്. അതെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വയം കഴിവുകൊണ്ട് പ്രകടിപ്പിച്ചതാണ്. തിരുനബിയുടെ വ്യക്തിഗത മഹാത്മ്യമാണ് അത് പ്രദർശിപ്പിച്ചത്. അതോടൊപ്പം ഒരു ദുആയും ഉണ്ടായിരുന്നില്ല. ചിലപ്പോഴൊക്കെ ഒരു പാത്രത്തിലുള്ള വെള്ളത്തിൽ തൻ്റെ വിരൽ മുക്കുകയും അതിൽ വർധനവുണ്ടാകുകയും അത് മുഴു സൈന്യവും ഒട്ടകങ്ങളും കുതിരകളും ഒക്കെ വെള്ളം കുടിച്ചതിന് ശേഷവും അത് അതേ നിലയിൽ അളവിൽ അവശേഷിക്കുകയും ചെയ്യുമായിരുന്നു. പലപ്പോഴും 2-3 റൊട്ടികളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകരങ്ങളുടെ സ്പർശം ഉണ്ടായത് കാരണം അത് ആയിരക്കണക്കിന് പൈതാഹമുള്ള ആളുകളുടെ വയറ് നിറക്കാൻ പര്യാപ്തമായിരുന്നു. ചില സമയത്ത് കുറച്ച് പാലിൽ തൻ്റെ ഉമിനീർ കൊണ്ട് ബർക്കത്ത് നൽകിയപ്പോൾ ഒരു സംഘം മുഴുവനും, ചുണ്ടുകൾ കൊണ്ട് അനുഗ്രഹം നൽകിയപ്പോൾ ഒരു സംഘം മുഴുവനും വയറ് നിറയാതെ കുടിക്കുകയുണ്ടായി. മറ്റു ചിലപ്പോൾ ഉപ്പ് രസമുള്ള വെള്ളത്തിൻ്റെ കിണറിൽ തൻ്റെ ഉമിനീർ ചേർത്ത് അത് വളരെ മധുരമുള്ള ശുദ്ധജലമാക്കി മാറ്റുകയുണ്ടായി. വേറെ ചിലപ്പോൾ കഠിനമായി പരിക്കേറ്റവരുടെ മേൽ തൻ്റെ കരസ്പർശം കൊണ്ട് അവരെ സുഖപ്പെടുത്തുകയുണ്ടായി. ചിലപ്പോൾ കണ്ണുകളിലെ കൃഷ്ണമണികൾ യുദ്ധാഘാതത്തിൻ്റെ തീക്ഷ്ണതയിൽ പുറത്തേക്ക് തള്ളി വന്നവരുടെ കണ്ണുകൾ തൻ്റെ കരങ്ങളുടെ അനുഗ്രഹത്താൽ ശരിയാക്കുകയുമുണ്ടായി. വേറെയും ഒരുപാട് പ്രവൃത്തികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വ്യക്തിഗത കഴിവ് കൊണ്ട് കാണിക്കുകയുണ്ടായി. അതോടൊപ്പം ഒരു ഗോപ്യമായ ദൈവിക ശക്തി അന്തർലീനമായി ഉണ്ടായിരുന്നു. കിടങ്ങു കുഴിക്കുന്ന സന്ദർഭത്തിൽ മുനാഫിക്കീങ്ങളുടെയും കപടവിശ്വാസികളുടെയും മുഅ്മിനീങ്ങളുടെയും സത്യവിശ്വാസികളുടെയും അവസ്ഥകളെ സംബന്ധിച്ചും വിവരണം ലഭിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. ഇബ്നു ഇസ്ഹാഖ് എഴുതുന്നു, നിരവധി മുനാഫിക്കീങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുസ്ലിങ്ങളോട് ഒപ്പം ജോലി ചെയ്യുന്നത് അലംഭാവം കാണിച്ചു. കുറച്ച് ജോലികൾ മാത്രം ചെയ്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാതെ, അനുവാദം വാങ്ങാതെ അവർ വീട്ടിലേക്ക് പോകുമായിരുന്നു. മുസ്ലിങ്ങൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി പോകാൻ അനുമതി തേടിയിരുന്നു.
ഇതായിരുന്നു മോമിനീങ്ങളുടെ അവസ്ഥ. എന്നാൽ മുനാഫിക്കീങ്ങൾ ചോദിക്കാതെ തന്നെ പോകുമായിരുന്നു. മോമിനീങ്ങൾ അനുമതി ചോദിക്കുമ്പോൾ അവർക്ക് അനുമതി നൽകിയിരുന്നു. അവർ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി ഉടൻ തിരിച്ചു വരികയും ചെയ്യാറുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് തയ്യാറെടുപ്പ് ചെയ്തതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്രകാരം വന്നിട്ടുണ്ട്. അതിലെഴുതുന്നു, നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ അബൂ സുഫിയാൻ്റെ സൈന്യം വരുന്നതിന് 3 ദിവസം മുമ്പ് കിടങ്ങ് പൂർത്തിയായിട്ടുണ്ടായിരുന്നു. പദ്ധതി അനുസരിച്ച് കിടങ്ങിൽ ജോലി ചെയ്തിരുന്ന കുട്ടികളെയും യുവാക്കളെയും സ്ത്രീകളെ സംരക്ഷണത്തിന് വേണ്ടി മാറ്റി പാർപ്പിച്ച കോട്ടകളിലേക്ക് പറഞ്ഞയക്കുകയും ഉണ്ടായി. അതേസമയം 15 വയസ്സ് പൂർത്തിയായവർക്ക് കിടങ്ങിൽ തന്നെ തങ്ങുന്നതിനോ അല്ലെങ്കിൽ കോട്ടകളിലേക്ക് പോകുന്നതിനോ ഉള്ള അനുവാദം നൽകിയിരുന്നു. ഇഷ്ടം പോലെ ചെയ്യാമായിരുന്നു. ഇങ്ങനെ അനുമതി ലഭിച്ചവരിൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുമതി ലഭിച്ചവർ ഹസരത്ത് അബ്ദുല്ല ബിൻ ഉമർ, സയ്യിദ് ബിൻ സാബിത്ത്, ഹസരത്ത് അബു സയ്യിദ് ഖുദരി, ഹസരത്ത് ബറാ ബിൻ ആസിബ് എന്നിവർ ഉൾപ്പെടുന്നു. ഇബ്നു ഹിഷാം പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസരത്ത് ഇബ്നു ഉമ്മി മക്തൂമിന് മദീനയിൽ തൻ്റെ പ്രതിനിധിയായി നിശ്ചയിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മലക്ക് മുന്നിൽ താവളമടിച്ചു. സലാഹ് മദീനയുടെ വടക്ക് ഭാഗത്തുള്ള ഒരു മലനിരയാണ്. അത് ഇന്ന് മസ്ജിദ് നബവിയിൽ നിന്നും ഏകദേശം 500 മീറ്റർ അകലെയാണ് എന്ന് പറയപ്പെടുന്നു. മലയെ പിൻഭാഗത്തും കിടങ്ങൻ മുൻഭാഗത്തുമാകുന്ന വിധത്തിൽ ആണ് അവർ തമ്പടിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യവും അവിടെ ഉണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി തുകൽ കൊണ്ടുള്ള കൂടാരമാണ് ഉണ്ടാക്കിയത്. മുഹാജിറുകളുടെ പതാക സയ്യിദ് ബിൻ ഹാരിസക്കും അൻസാറുകളുടെ പതാക സാദ് ബിൻ ഉബാദക്കും നൽകി. മുസ്ലിങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ച് ചരിത്രകാരന്മാർ വ്യത്യസ്ത നിവേദനങ്ങളാണ് വിവരിക്കുന്നത്. ചിലരുടെ വീക്ഷണത്തിൽ ഇത് 900-ൽ പരമായിരുന്നില്ല. മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ 700 ആയിരുന്നു. വേറെ ചിലർ 2000 എന്നും ഇനി ചിലർ 3000 എന്നും പറയുന്നു. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലും വിവിധ നിവേദനങ്ങളിലും വിവിധ കണക്കാണ് പറയപ്പെട്ടിരിക്കുന്നത്. ചരിത്രകാരന്മാർക്ക് ഈ എണ്ണത്തിലുള്ള ഭിന്നത കാരണം ഒരുപാട് പ്രയാസം അനുഭവപ്പെടുകയുണ്ടായി. അവർ ഈ എണ്ണം വിവരിക്കുമ്പോൾ ഒരു നിവേദനത്തിന് മുൻഗണന കൊടുക്കുകയും മറ്റ് നിവേദനങ്ങളെ തെറ്റാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു തൻ്റെ ഉന്നതമായ ഉൾക്കാഴ്ചയുടെ ഫലമായി ഒരു നിവേദനത്തെയും തെറ്റാണെന്ന് പറയുന്നില്ല, മറിച്ച് ഈ എല്ലാ നിവേദനങ്ങളെയും പരസ്പരം ബന്ധപ്പെടുത്തി വിവരിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം പരസ്പര ബന്ധിതമായ നിവേദനങ്ങളാണ്. അദ്ദേഹം പറയുന്നു, ഈ സന്ദർഭത്തിൽ മുസ്ലിം സൈന്യത്തിൻ്റെ എണ്ണത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചിലർ സൈനിക ബലം 3000 ആണെന്ന് എഴുതുന്നു, മറ്റു ചിലർ 1200, 1300 ആണെന്നും ചിലർ 700 ആണെന്നും പറയുന്നു. ഈ വലിയ അഭിപ്രായ ഭിന്നതകൾ മനസ്സിലാക്കാൻ പ്രത്യക്ഷത്തിൽ വലിയ പ്രയാസം അനുഭവപ്പെടുന്നു. ചരിത്രകാരന്മാർക്ക് അതിൻ്റെ നിർദ്ധാരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ എനിക്ക് യാഥാർത്ഥ്യം മനസ്സിലായിരുന്നു. അതായത് ഈ 3 തരത്തിലുള്ള നിവേദനങ്ങളും ശരിയാണ്. ഉഹുദ് യുദ്ധത്തിൽ മുനാഫിക്കീങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം മുസ്ലിം സൈനിക ബലം കേവലം 700 ആയിരുന്നു എന്ന് പറയപ്പെട്ടിരുന്നു. അസാബ് യുദ്ധം ഇതിന് കേവലം 2 വർഷത്തിന് ശേഷമാണ് ഉണ്ടായത്. ഈ കാലഘട്ടത്തിൽ ഒരു വലിയ ഗോത്രവും ഇസ്ലാം സ്വീകരിച്ച് മദീനയിൽ വന്ന് താമസമാക്കിയിട്ടില്ല. 700 പേർ ഒറ്റയടിക്ക് 3000 ആയി മാറുന്നത് സാധ്യമല്ല. ആരും പുറത്തുനിന്ന് വന്നിട്ടില്ല സ്ഥിതിക്ക് 700 ആളുകൾ പെട്ടെന്ന് 3000 ആയി മാറുന്നു എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. മറുഭാഗത്ത് അനുമാനിക്കാവുന്ന ഒരു കാര്യം എന്തെന്നാൽ 2 വർഷത്തിനു ശേഷം ഇസ്ലാമിന് പുരോഗതി ഉണ്ടായിട്ട് പോലും യുദ്ധം ചെയ്യാൻ കഴിവുള്ള മുസ്ലിങ്ങളുടെ എണ്ണം ഉഹുദിൽ ഉണ്ടായിരുന്ന അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചെന്തെങ്കിലും എണ്ണം വർദ്ധിച്ചിട്ടുണ്ടാകാം. ഈ 2 വിമർശന പഠനങ്ങൾക്ക് ശേഷം യുദ്ധത്തിന് കഴിവുണ്ടായിരുന്ന മുസ്ലിങ്ങൾ അഹ്സാബ് യുദ്ധസമയത്ത് കൂടി വന്നാൽ 1200 പേരുണ്ടാകും എന്നതാണെന്ന് ശരിയെന്ന് മനസ്സിലാകുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ചിലർ 3000 എന്നും മറ്റു ചിലർ 700 എന്നും എഴുതിയിട്ടുള്ളത് എന്നാണ് ഉദിക്കുന്ന പ്രശ്നം. ഇതിൻ്റെ മറുപടി ഇപ്രകാരമാകുന്നു. ഈ 2 നിവേദനങ്ങളും വ്യത്യസ്ത അവസ്ഥകളിലും വീക്ഷണങ്ങളിലും വിവരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അഹ്സാബ് യുദ്ധത്തിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ശത്രു മദീനയുടെ മുന്നിൽ എത്താത്ത സമയം, മദീനയിൽ എത്തുന്നതിന് മുമ്പുള്ള സമയം. അപ്പോൾ കിടങ്ങ് കുഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിൽ മണ്ണ് വാരുന്ന ജോലി കുട്ടികൾക്ക് പോലും ചെയ്യാൻ കഴിയുമായിരുന്നു. ചില സ്ത്രീകളും ഈ ജോലിയിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കിടങ്ങ് കുഴിക്കുന്ന ജോലി ഉണ്ടായിരുന്നപ്പോൾ
മുസ്ലിം സൈന്യത്തിൻ്റെ അംഗബലം 3000 ആയിരുന്നു. പക്ഷെ ഇതിൽ കുട്ടികളും ഉൾപ്പെട്ടിരുന്നു. സഹാബിയകളായ സ്ത്രീകളുടെ ആവേശം കാണുമ്പോൾ ഈ അംഗബലത്തിൽ സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. അവർ കിടങ്ങു കൊഴിക്കുന്ന ജോലി ചെയ്തിട്ടില്ലെങ്കിൽ പോലും അനുബന്ധ ജോലികളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതെൻ്റെ വീക്ഷണം മാത്രമല്ല, മറിച്ച് ചരിത്രത്തിൽ നിന്നും എൻ്റെ ഈ വീക്ഷണം സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട്. എൻ്റെ ഈ വീക്ഷണത്തിന് പ്രബലത ലഭിക്കുന്നുണ്ട്. എഴുതുന്നു, കിടങ്ങു കൊഴിക്കേണ്ട ഘട്ടം വന്നപ്പോൾ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാ പുരുഷന്മാരും, അവർ വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും, കിടങ്ങു ഒഴിക്കാനും അതിൽ സഹായിക്കാനുമുള്ള ജോലി ചെയ്തിരുന്നു. പിന്നെ ശത്രുക്കൾ വന്ന സമയമാണ്. യുദ്ധം ആരംഭിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളോട് തിരിച്ചു പോകാൻ കൽപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അതേസമയം 15 വയസ്സ് പൂർത്തിയായവർക്ക് അവിടെ നിൽക്കാനോ തിരിച്ചു പോകാനോ രണ്ടിനുമുള്ള അനുവാദം അവരുടെ ഇഷ്ടപ്രകാരം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ നിവേദനത്തിൽ നിന്നും ഒരു കാര്യം മനസ്സിലാകുന്നു: കിടങ്ങു കുഴിക്കുന്ന ഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലുണ്ടായിരുന്നു. യുദ്ധസമയത്ത് കുറയുകയും ചെയ്തു. കാരണം പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ തിരിച്ചു പോകാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അതുകൊണ്ട് 3000 എന്ന് കാണപ്പെടുന്ന നിവേദനങ്ങൾ കിടങ്ങു ഒഴിക്കുന്ന ഘട്ടത്തിലുള്ള എണ്ണമാണെന്ന് പറയേണ്ടി വരും. അതിൽ ചെറിയൊരു കുട്ടികളും ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഞാൻ മറ്റ് യുദ്ധങ്ങളിലെ അനുമാനിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ ചില സ്ത്രീകളും ഇതിലുണ്ടായിരുന്നു. കാരണം മറ്റു യുദ്ധങ്ങളിൽ സ്ത്രീകൾ പങ്കെടുത്തിട്ടില്ലെന്ന് നിവേദനങ്ങൾ കാണാൻ കഴിയുന്നു. എന്നാൽ 1200 എന്ന എണ്ണം യുദ്ധം ആരംഭിച്ച ഘട്ടത്തിലുള്ളതാണ്. അപ്പോൾ പ്രായപൂർത്തിയായ പുരുഷന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി 700 സൈനികരെ പറ്റി പറയുന്ന നിവേദനം ശരിയാണോ എന്ന പ്രശ്നമാണ് ഉദിക്കുന്നത്. 3000 മുതൽ 1200 വരെയുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി 700 എന്ന് പറയുന്ന നിവേദനം ശരിയാണോ എന്നാണ് നോക്കേണ്ടത്. അതിനുള്ള മറുപടി ഇപ്രകാരമാകുന്നു. ഈ നിവേദനം ചരിത്രകാരനായ ഇബ്നു ഇസ്ഹാഖ് ആണ് വിവരിച്ചിട്ടുള്ളത്. അദ്ദേഹം വിശ്വാസയോഗ്യനായ പ്രാമാണികനായ ചരിത്രകാരനാണ്. ഇബ്നു ഹസമിനെ പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ അതിന് ശക്തമായി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ നിവേദനത്തെ പറ്റി സംശയിക്കാൻ സാധ്യമല്ല. അതും ശരിയാണ്. അതിനെ സാധൂകരിക്കണമെങ്കിൽ ചരിത്രത്തെ കൂടുതൽ വിശകലനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. യുദ്ധത്തിനിടയിൽ ബനു ഖുറൈസ കാഫിര്യങ്ങളുടെ സൈന്യവുമായി ചേരുകയുണ്ടായി. അവർ മദീനയെ ഓർക്കാപ്പുറത്ത് ആക്രമിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അവരുടെ ഗൂഢോദ്ദേശം വെളിപ്പെട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഖുറൈസ ഉണ്ടായിരുന്ന ദിക്കിലും മദീനയുടെ സംരക്ഷണം അനിവാര്യമാണെന്ന് മനസ്സിലാക്കി. തുടക്കത്തിൽ ബനു ഖുറൈസ തങ്ങളുടെ സഖ്യകക്ഷിയായതിനാൽ അവർ ശത്രുക്കളെ ആ ഭാഗത്ത് കൂടെ വരാൻ അനുവദിക്കുകയില്ലെന്ന് കരുതി പ്രസ്തുത ഭാഗത്തിൻ്റെ സംരക്ഷണം ഒഴിവാക്കിയതായിരുന്നു. ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തെന്നാൽ നേരത്തെ ബനു ഖുറൈസയെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ കോട്ടകളിൽ സ്ത്രീകളെ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ബനു ഖുറൈസയുടെ വഞ്ചനയും പിന്മാറ്റവും ചതിയും മനസ്സിലായപ്പോൾ ഇനി സ്ത്രീകളുടെ സംരക്ഷണം അനിവാര്യമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി. 2 സൈന്യങ്ങളെ തയ്യാറാക്കി സ്ത്രീകളെ പാർപ്പിച്ചിട്ടുണ്ടായിരുന്ന 2 ഭാഗങ്ങളിലും നിയോഗിക്കുകയുണ്ടായി. മസ്ലമ ഇബ്നു അസ്ലമിന് 200 സഹാബാക്കളെ കൊടുത്തുകൊണ്ട് ഒരു സ്ഥലത്ത് നിയോഗിച്ചു. സെയ്ദ് ബിൻ ഹാരിസക്ക് 300 സഹാബാക്കളെ നൽകി മറ്റൊരു ഭാഗത്ത് നിയോഗിക്കുകയുണ്ടായി. സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി ഇടയ്ക്കിടെ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലാനും അവരോട് കൽപ്പിച്ചിരുന്നു. ഈ നിവേദനം മുഖേന 700 പേർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് ഇബ്നു ഇസ്ഹാഖ് എന്തുകൊണ്ടാണ് എഴുതിയത് എന്ന പ്രശ്നവും നിർദ്ധാരണം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം 1200 സൈനികരിൽ 500 സൈനികരെ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി അയച്ചിരുന്നു. അങ്ങനെ 1200 പേരുടെ സൈനിക ബലം 700 മാത്രമായി. ഈ നിലക്ക് ഖന്തക് യുദ്ധത്തിലെ സൈനിക ബലം സംബന്ധിച്ച് ചരിത്രങ്ങളുണ്ടായിരുന്ന തീവ്രമായ അഭിപ്രായ ഭിന്നത പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു. മുശ്രിക്കുകൾ മദീനയിലെത്തിയതും അതിനുശേഷമുള്ള അവസ്ഥകളും സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിലെ ഖുറൈശികളും മറ്റു ഗോത്രങ്ങളുടെ സൈന്യവും മദീനയിലെത്തി മദീനയിലേക്ക് അരികിൽ താവളമടിച്ചു. അതിൻ്റെ വിശദീകരണത്തിൽ മിർസ ബഷീർ അഹമ്മദ് സാബ് വിവരിക്കുന്നു: ഏകദേശം 20 ദിവസം കൊണ്ട്, ഒരു നിവേദനമനുസരിച്ച് 6 രാപ്പകലുകളുടെ നിതാന്തമായ അത്യധ്വാനം കൊണ്ട് ഈ നീണ്ട കിടങ്ങിൻ്റെ പണി പൂർത്തിയായി. ഈ അസാധാരണമായ അധ്വാനവും പ്രയത്നവും സഹാബാക്കളെ തികച്ചും ക്ഷീണിതരാക്കിയിരുന്നു. എന്നാൽ ഇവിടെ ഈ ജോലി പൂർത്തിയായപ്പോൾ മറുഭാഗത്ത് യഹൂദികളും അറേബ്യയിലെ മുശ്രിക്കുകളും അടങ്ങുന്ന സൈന്യം തങ്ങളുടെ എണ്ണത്തിലും ബലത്തിലും മതോന്മത്തരായി മദീന ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഏറ്റവും ആദ്യം അബൂ സുഫിയാൻ ഉഹദ് മലയിലേക്ക് നോക്കി. പക്ഷെ ആ സ്ഥലം ഒഴിഞ്ഞതും ശ്മശാനമൂകവുമാണെന്ന് കണ്ടപ്പോൾ അയാൾ അങ്ങോട്ട് കുതിച്ചു. അത് മദീനയെ ആക്രമിക്കാൻ അനുയോജ്യമാണെന്ന് അയാൾ കരുതി. പക്ഷെ അതിനു മുന്നിൽ ഒരു കിടങ്ങ് ഒഴിക്കപ്പെട്ടിരുന്നു. കാഫിര്യങ്ങളുടെ സൈന്യം ഈ സ്ഥലത്ത് എത്തിയപ്പോൾ
തങ്ങളുടെ വഴിയിൽ കിടങ്ങ് കാണുകയുണ്ടായി. അതിൽ അവർ എല്ലാവരും അത്ഭുതപ്പെടുകയും അസ്വസ്ഥരാകുകയും ചെയ്തു. അങ്ങനെ കിടങ്ങിന് അപ്പുറത്ത് തമ്പെടുക്കാൻ നിർബന്ധരാകുകയും ചെയ്തു. മറുഭാഗത്ത് കാഫിര്യങ്ങളുടെ സൈന്യം സമീപമാണെന്ന വാർത്ത അറിഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3000 മുസ്ലിങ്ങളെയും കൂട്ടി പട്ടണത്തിന് പുറത്തേക്ക് വന്നു. കിടങ്ങിനടുത്തെത്തി പട്ടണത്തിനും കിടങ്ങിനുമിടയിൽ സലാ എന്ന മലയ്ക്ക് സമീപം താവളമടിച്ചു. തലയെ പിറകിലാക്കി കൊണ്ട് താവളമടിച്ചു. കിടങ്ങ് വളരെ വിശാലതയുള്ളതായിരുന്നില്ല. തീർച്ചയായും ശക്തരും സമർത്ഥരുമായ സവാരിക്കാർക്ക് പോലും മറികടന്ന് പട്ടണത്തിലെത്താൻ കഴിയുമായിരുന്നു. കിടങ്ങില്ലാത്ത മദീനയുടെ ഭാഗങ്ങളിൽ വീടുകളും തോട്ടങ്ങളും ക്രമരഹിതമായ കുന്നുകളും ആയിരുന്നു തടസ്സമായിട്ടുണ്ടായിരുന്നത്. അവയുടെ സംരക്ഷണവും അനിവാര്യമായിരുന്നു. കാരണം ശത്രു അതിലൂടെ വീടുകൾക്ക് കേടുപാടുകൾ വരുത്തി മറ്റെന്തെങ്കിലും യുക്തി ഉപയോഗിച്ച് ആളുകളുടെ ചെറിയ ചെറിയ ലൈനുണ്ടാക്കി പട്ടണത്തെ ആക്രമിച്ചേക്കാവുന്നതാണ്. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ വ്യത്യസ്ത സംഘങ്ങളെ തരംതിരിച്ച് കിടങ്ങിൻ്റെ പല ഭാഗങ്ങളിലും മദീനയുടെ മറ്റു ദിക്കുകളിലും ഉചിതമായ സ്ഥലങ്ങളിൽ കാവലിനുള്ള സംവിധാനങ്ങൾ സ്ഥാപിച്ചു. മാത്രമല്ല രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഈ കാവലിൽ അലംഭാവം കാണിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. മറുഭാഗത്ത് കാഫിര്യങ്ങൾ കിടങ്ങ് തടസ്സമായത് കാരണം തുറന്ന മൈതാനത്ത് യുദ്ധമോ പട്ടണത്തെ ആക്രമിക്കാനുള്ള നീക്കമോ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവർ മദീനയെ ഉപരോധിക്കാൻ തീരുമാനിച്ചു. കിടങ്ങിൻ്റെ ദുർബല ഭാഗങ്ങളെ പ്രയോജനപ്പെടുത്താൻ തക്കം പാർത്തിരിക്കാനും തുടങ്ങി. ഏതായാലും ശത്രുക്കൾ കിടങ്ങ് മറികടക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ പിന്നെ മറ്റു രീതിയിലുള്ള നീക്കങ്ങൾ തുടങ്ങി. അതിൻ്റെ വിശദീകരണം ചരിത്രത്തിൽ ഇങ്ങനെ വിവരിക്കപ്പെട്ടിരിക്കുന്നു. മുശ്രിക്കീങ്ങൾ മദീനയെ 4 ഭാഗത്തു നിന്നും വളയുകയുണ്ടായി. പക്ഷെ ഒരുപാട് ശ്രമിച്ചിട്ടും അവർക്ക് കിഴങ്ങിൻ്റെ ഒരു ഭാഗത്തു നിന്നും അതിനെ മറികടക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല മുസ്ലിങ്ങൾക്ക് മേൽ തുറന്നാക്രമണം നടത്താനും സാധ്യമായില്ല. ഈ നിസ്സഹായാവസ്ഥ കണ്ടപ്പോൾ അബൂ സുഫിയാനും ബനു നദീറിൻ്റെ നേതാവ് ഹുയൈ ബിൻ അഖ്തബും മറ്റ് വേറൊരു ഗൂഢപദ്ധതി ആസൂത്രണം ചെയ്തു. അതായത് മദീനക്കുള്ളിലുണ്ടായിരുന്ന യഹൂദി ഗോത്രമായ ബനു ഖുറൈസ ഏതെങ്കിലും വിധത്തിൽ മുസ്ലിങ്ങളുമായി ഉണ്ടാക്കിയ കരാർ ലംഘിക്കണമെന്നും അങ്ങനെ അവരെ തങ്ങളുടെ നേരെ കൂടെ അവരെ കൊണ്ട് അകത്തു നിന്നും മദീനക്കാർക്ക് നേരെ അക്രമം നടത്തിക്കണമെന്നും ആഗ്രഹിച്ചു. ഈ ഭയാനകമായ ഗൂഢാസ്ത്രണം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഹുയൈ ബിൻ അഖ്തബ് ബനു ഖുറൈസയുടെ നേതാവ് കാബ് ബിൻ സാദ് ഖുർസിയുടെ അടുക്കലെത്തി. അയാൾ വരുന്നത് അറിഞ്ഞപ്പോൾ കാബ് കോട്ടയുടെ വാതിലടച്ചു. ഹുയൈ അകത്തേക്ക് വരാൻ അനുമതി ചോദിച്ചപ്പോൾ കാബ് വാതിൽ തുറക്കാൻ വിസമ്മതിച്ചു. ഹുയൈ വിളിച്ചു പറഞ്ഞു, അല്ലയോ കാബ്, നിനക്ക് നാശമുണ്ടാകട്ടെ, വാതിൽ തുറക്കൂ. കാബ് പറഞ്ഞു, നീ വളരെ മോശം വ്യക്തിയാണ് അല്ലയോ ഹുയൈ. ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഈ വാഗ്ദാനം ലംഘിക്കാൻ സാധ്യമല്ല. ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും സത്യസന്ധനും വാഗ്ദാനം പാലിക്കുന്നവനുമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇയാൾ ഒരു ഭാഗത്ത് ഇങ്ങനെ പ്രസ്താവന നടത്തിയെങ്കിലും പിന്നീട് അത് മാറ്റുകണ്ടേ. അപ്പോൾ ഹുയൈ പറഞ്ഞു, നീ വാതിൽ തുറക്കൂ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാബ് പറഞ്ഞു, ദൈവത്താണ്, ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ല. എന്നാൽ കുറച്ചു നേരത്തെ നിർബന്ധത്തിന് ശേഷം അവസാനം കാബ് കവാടം തുറന്നു തന്നെ കൊടുത്തു. അപ്പോൾ ഹുയൈ പറഞ്ഞു, അല്ലയോ കാബ്, നിനക്ക് നാശമുണ്ടാകട്ടെ. ഞാൻ നിന്റെ അടുക്കൽ കാലത്തിൻ്റെ അന്തസ്സും അലയടിക്കുന്ന സമുദ്രവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ നിന്റെ അടുക്കലേക്ക് ഖുറൈശികളുടെ നേതാക്കന്മാരെയും മൂപ്പന്മാരെയും കൊണ്ടുവന്നിരിക്കുന്നു. തങ്ങളുടെ സൈന്യങ്ങളുമായി മദീനയുടെ 4 ഭാഗത്തു നിന്നും മുസ്ലിങ്ങൾ വളഞ്ഞിട്ടുള്ള ഗോത്രങ്ങളുടെ വിശദീകരണങ്ങൾ അയാൾ നൽകി. അതോടൊപ്പം പറഞ്ഞു, ഞങ്ങൾ പരസ്പരം ഉറച്ച കരാർ ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടാളികളെയും പൂർണ്ണമായും നശിപ്പിക്കാതെ തിരിച്ചു പോകുന്നതല്ല. ഞങ്ങളുടെ വഴിയിൽ കിടങ്ങ് തടസ്സമായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ അതിൽ വിജയിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ എല്ലാ കാര്യങ്ങളും കേട്ടെങ്കിലും ബനു ഖുറൈസയുടെ നേതാവ് വാഗ്ദാനം ലംഘിക്കാൻ തയ്യാറായില്ല. അയാൾ പറഞ്ഞു, ദൈവത്താണ്, നീ എൻ്റെ അടുക്കലേക്ക് കാലഘട്ടത്തിൻ്റെ ദൈന്യതയും തീരെ ജലാംശമില്ലാത്ത മേഘങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അവ ഗർജിക്കുകയും മിന്നുകയും ചെയ്യുന്നു, പക്ഷെ അതിൽ ഒന്നും തന്നെയില്ല. പിന്നെ എൻ്റെ അവസ്ഥയിൽ നീ ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും സത്യസന്ധനും വാഗ്ദാനങ്ങൾ പാലിക്കുന്നവനുമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അയാൾ കൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യസന്ധനും വാഗ്ദാനങ്ങൾ പാലിക്കുന്നവനും ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. മാത്രമല്ല അദ്ദേഹം ഞങ്ങളോട് പരുഷമായി പെരുമാറുകയോ ഞങ്ങളുടെ മതകാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യുന്നില്ല. അദ്ദേഹം ഞങ്ങളുടെ നല്ല അയൽക്കാരനാകുന്നു. അതുകൊണ്ട് നീ തിരിച്ചു പോവുകയാണ് ഉചിതം.
അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾക്കുണ്ടായ അതേ അവസ്ഥ തന്നെ വീണ്ടും ഉണ്ടാകുന്നതാണ്. എന്നാൽ ഹുയൈ കാബിനെ പ്രലോഭിച്ചുകൊണ്ടിരുന്നു. അവസാനം അയാൾ തൻ്റെ ഗോത്രത്തിൻ്റെയും ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും പറ്റി പറഞ്ഞു. ഈ എല്ലാ പ്രയാസങ്ങളും അവർക്ക് മുസ്ലിങ്ങൾ കാരണമാണ് ഏൽക്കേണ്ടി വരുന്നത്. അവസാനം അയാൾ കാബിൻ്റെ മനസ്സിനെ ആർദ്രമാക്കുന്നതിൽ വിജയിക്കണ്ടേ. കാബ് അയാൾ പറഞ്ഞതിൽ വീഴുകയും വാഗ്ദാനങ്ങൾ ലംഘിക്കുന്ന അയാളുടെ പ്രകൃതം മേൽക്കോയ്മ നേടുകയും ചെയ്തു. അയാൾ പറഞ്ഞു, ശരി, ഞാൻ നിങ്ങൾ പറയുന്നത് അനുസരിക്കാം. പക്ഷേ ഖുറൈശികളും ഗത്ഫാനും തിരിച്ചു പോകുകയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും? നീ അസ്വസ്ഥനാകേണ്ട. അങ്ങനെ വന്നാൽ ഞാനും നിന്റെ കൂടെ നിന്റെ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കും. നിനക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ഞാനും വഹിക്കുന്നതാണ്. ഈ എല്ലാ സംസാരങ്ങൾക്കും ശേഷം അവസാനം കാബ് ബിൻ അസദ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചെയ്തിട്ടുള്ള കരാർ ലംഘിച്ചു. പ്രസ്തുത സന്ദർഭത്തിൽ കാബിൻ്റെ കൂട്ടുകാരൻ അംർ ബിൻ സൗദ അയാളെ ഉപദേശിക്കുകയും അയാളുടെ തെറ്റായ നീക്കത്തിൽ അയാളെ ജാഗ്രതപ്പെടുത്തുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചെയ്തിട്ടുള്ള ഉറച്ച കരാർ ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെയും അവരുടെ നീരിൽ വിടുക. പക്ഷേ വാഗ്ദാനം ലംഘിച്ചുകൊണ്ട് എതിരാളികളുടെ കൂടെ കൂടരുത്. പക്ഷെ അയാൾ അത് നിരാകരിച്ചു. ഈ അവസ്ഥ കണ്ടപ്പോൾ ബനു ഖുറൈസയിലെ നല്ല ബന്ധമുണ്ടായിരുന്ന യഹൂദികളിൽ നിന്നുള്ള ഏതാനും പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ബനു ഖുറൈസ വാഗ്ദാനം ലംഘിച്ചത് അറിഞ്ഞപ്പോൾ ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബ് അതേപ്പറ്റി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിപ്പ് നൽകി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാദ് ബിൻ മുആസിനെയും സാദ് ബിൻ ഉബാദയും അയച്ചു. ഇവർ രണ്ടുപേരും തങ്ങളുടെ ഗോത്രങ്ങളുടെ നേതാക്കന്മാരായിരുന്നു. അവർ രണ്ടുപേരുടെ ഒപ്പം അബ്ദുള്ള ബിൻ റവാഹയും ഖവാത്ത് ബിൻ ജുബൈറിനെയും അയക്കുകയുണ്ടായി. ഒരു നിവേദനം അനുസരിച്ച് ഉസൈദ് ബിൻ ഹുസൈറിനെയും അയച്ചിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഈ ജനതയെ പറ്റി നമുക്ക് കിട്ടിയ വാർത്ത സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ അറിഞ്ഞു വരിക. ഇത് സത്യമാണെങ്കിൽ അത് എല്ലാവർക്കും മുന്നിൽ പറയരുത്, സൂചന രൂപത്തിൽ എന്നോട് പറയണം. ഇത് സത്യമാണോ എന്ന് എനിക്കറിയണം. അവർ കരാറിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വാർത്ത കളവ് ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തുറന്ന നിലയിൽ എന്നോട് അത് പറയാവുന്നതാണ്. ഏതായാലും ഈ സംഘം ബനു ഖുറൈസയുടെ അടുക്കലെത്തി. അവിടെ കാബിനോടും കൂട്ടുകാരോടും സംസാരിച്ചപ്പോൾ അവരുടെ നിലപാട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. കാബിനോട് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ വളരെ നിന്ദാപൂർവം പറഞ്ഞു, ഏത് റസൂൽ? ഞങ്ങളുടെ ഒരു കരാറുമില്ല. ഞാൻ ആ കരാറിനെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിക്കുന്നത് പോലെ പൊട്ടിച്ചു എറിഞ്ഞിരിക്കുന്നു. നിവേദനമനുസരിച്ച് പ്രസ്തുത സന്ദർഭത്തിൽ ഇരു കൂട്ടരുടെയും ഭാഗത്തു നിന്ന് വളരെ ശക്തമായ സംസാരങ്ങളുണ്ടായി. ഏതായാലും ഈ സംഘം തിരിച്ചെത്തി ആംഗ്യ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അവതരിപ്പിച്ചു. മനുഷ്യനെ പിടിച്ചുലക്കുകയും സുബോധം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആ സന്ദർഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം പറഞ്ഞു, അതായത് സാധാരണക്കാരുടെ പേശികൾ നാഡികളും പൊട്ടിപ്പൊളരാൻ പറ്റുന്ന ഒരു വലിയ വാർത്തയായിരുന്നു അത്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ സന്ദർഭത്തിൽ ഒരു കൂസലും ഉണ്ടായില്ല. അത് ഒരു സ്വാധീനവും ഉളവാക്കിയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അബ്ശിറു യാ മാഷറൽ മുഅ്മിനീന ബിനസ്രില്ലാഹി തആല വഅൗനിഹി. അല്ലയോ വിശ്വാസി സമൂഹമേ, അള്ളാഹുവിൻ്റെ സഹായത്തിലും പിന്തുണയിലും സന്തോഷം പ്രകടിപ്പിക്കും. തുടർന്ന് പറഞ്ഞു, ഒരു സമയം വരാനിരിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാൻ കാബയെ തവാഫ് ചെയ്യുന്നതാണ്. അതിൻ്റെ താക്കോലുകൾ എൻ്റെ കയ്യിലായിരിക്കും. കൈസറിയും കിസ്രയും തീർച്ചയായും നശിപ്പിക്കപ്പെടുന്നതും അവരുടെ സമ്പത്ത് ദൈവിക വഴിയിൽ ചെലവഴിക്കപ്പെടുന്നതുമാണ്. അസ മിർസ ബഷീർ അഹമ്മദ് സാബ് ബനു ഖുറൈസയുടെ വഞ്ചനയെ സംബന്ധിച്ച് എഴുതുന്നു, അബു സുഫിയാൻ ഒരു നീക്കം നടത്തി. ബനു ഖുറൈസ ഗോത്രത്തിൻ്റെ യഹൂദി മൂപ്പൻ ഹുയൈ ബിൻ അഖ്തബിനോട് ഒരു നിർദ്ദേശം നൽകി. അയാൾ രാത്രിയുടെ അന്ധകാരത്തിൽ ബനു ഖുറൈസയുടെ കോട്ടയുടെ അടുത്ത് പോകണം. അവരുടെ നേതാവായ കാബിന് അസദുമായി ചേർന്ന് ബനു ഖുറൈസയെ തങ്ങളോട് ചേർക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഹുയൈ ബിൻ അഖ്തബ് സന്ദർഭം കണ്ടെത്തി കാബിൻ്റെ വീട്ടിലെത്തി. അയാൾ തുടക്കത്തിൽ ഈ വർത്തമാനങ്ങൾ കേൾക്കാൻ വിസമ്മതിച്ചു. എന്നിട്ട് കാബ് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാറുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും കരാറുകളുടെ കാര്യത്തിൽ തൻ്റെ വാഗ്ദാനം വിശ്വസ്തയോടെ പൂർത്തിയാക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് വഞ്ചന കാണിക്കാൻ സാധ്യമല്ല. എന്നാൽ ഹുയൈ അയാൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകുകയും ഇസ്ലാമിനെ നശിപ്പിക്കാതെ മദീനയിൽ നിന്നും ഞങ്ങൾ തിരിച്ചു പോകുന്നതല്ല എന്ന തങ്ങളുടെ ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം ഉടനെ തന്നെ നാശോന്മുഖമാകുന്നതാണെന്ന് അയാൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. അയാൾ ഇക്കാര്യങ്ങൾ അംഗീകരിക്കാൻ
നിർബന്ധിതനാകും വിധം വളരെ ശക്തിമത്തായ നിലയിൽ പറഞ്ഞ് അയാളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഇങ്ങനെ ബനു ഖുറൈസയുടെ ശക്തിയുടെ ഭാരവും ഈ തുലാസ് കട്ടിയുടെ ഭാരത്തോടൊപ്പം ചേർന്നു. അത് നേരത്തെ തന്നെ താഴ്ന്നിരിക്കുകയായിരുന്നു. അതായത് കാഫര്യങ്ങളുടെ എണ്ണം നേരത്തെ തന്നെ വളരെയേറെ ഉണ്ടായിരുന്നു. അതിൽ മറ്റൊരു ഭാഗം കൂടി ചേർന്നു. അതായത് യഹൂദികളുടെ വാഗ്ദാന ലംഘനത്തിൻ്റെ ഭാരം കൂടി ചേർന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഖുറൈസയുടെ ഈ ഭയാനകമായ വഞ്ചനയെ പറ്റി അറിയിപ്പ് ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം 2-3 തവണ സുബൈർ ബിൻ അവാമിനെ രഹസ്യമായി കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടു. ബനു ഖുറൈസക്ക് നേർക്ക് സാദ് ബിൻ മുആദിനെയും സാദ് ബിൻ ഉബായദയും മറ്റു ചില സ്വാധീനമുള്ള സഹാബാക്കളെയും ഒരു സംഘമായി അയക്കുകയുണ്ടായി. അവരോട് പറഞ്ഞു, എന്തെങ്കിലും അസ്വസ്ഥജനകമായ വാർത്ത വിട്ടുകയാണെങ്കിൽ തിരിച്ചു വന്ന് പ്രകടമായ രീതിയിൽ അത് അവതരിപ്പിക്കരുത്, സൂചന രൂപത്തിൽ പറഞ്ഞാൽ മതി. ആളുകൾക്ക് ഇടയിൽ അസ്വസ്ഥത ഉണ്ടാകരുത്. അങ്ങനെ ഇവർ ബനു ഖുറൈസയുടെ വാസസ്ഥലങ്ങളിലെത്തി അവരുടെ നേതാവായ കാബ് ബിൻ അസദിൻ്റെ അടുക്കലേക്കും പോയി. പക്ഷെ ആ ദുർഭകൻ വളരെ ധിക്കാരത്തോടെയാണ് പെരുമാറിയത്. 2 സാധുമാരും കരാറിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ആ ഗോത്രത്തിലെ ആളുകൾ പുറംതിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒന്ന് പോ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനും തങ്ങൾക്കും വേണ്ടി ഒരു കരാറുമില്ല തന്നെ. ഈ വാക്കുകൾ കേട്ടപ്പോൾ സഹാബാക്കളുടെ സംഘം അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ഉചിതമായ നിലയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാര്യങ്ങളെ സംബന്ധിച്ച് ഉചിതമായ നിലയിൽ തന്നെ അറിയിപ്പ് നൽകി. ചില ആളുകളും നമ്മുടെ യുവാക്കളും അന്യരുടെ വാക്കുകൾ കേട്ട് ബനു ഖുറൈസയ്ക്ക് മേൽ ആ സമയത്ത് എന്തുകൊണ്ടാണ് ആക്രമണം നടന്നതെന്ന് ചോദിക്കുന്നു. അവർ വാഗ്ദാന ലംഘനം നടത്തിയത് കൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തു നിന്ന് ഒരു അതിക്രമവും ഉണ്ടായിട്ടില്ല. ഏതായാലും ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുണ്ട്. അത് മുസ്ലിം മൗദും വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയുന്നതാണ്. ഇന്ന് മുതൽ ഖുദാമുൽ അഹമ്മദിയയുടെ ഇസ്തിമ ആരംഭിക്കുകയാണ്. ഖുദാം ഇതിൽ നിന്ന് നല്ലവണ്ണം ഫലമെടുക്കണം. കാലാവസ്ഥ പ്രവചന പ്രകാരം ചിലപ്പോൾ മഴയുണ്ടായിക്കൊണ്ടിരിക്കും. ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പരിപാടികൾ നല്ല രീതിയിൽ നടക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ ഖുദാം തങ്ങളുടെ ആത്മീയവും വൈജ്ഞാനികവുമായ നിലവാരം ഉയർത്താൻ ശ്രമിക്കേണ്ടതാണ്. ഞാൻ ആഹ്വാനം ചെയ്തിട്ടുള്ള ദുആകളിലേക്കും സ്വലാത്തിലേക്കും ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഈ ദിവസങ്ങളിൽ അത് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എപ്പോഴും തന്നെ എല്ലാ ദിവസങ്ങളും ചൊല്ലിക്കൊണ്ടിരിക്കുക. അള്ളാഹു എല്ലാതരം സാത്താനിക ആക്രമണങ്ങളിൽ നിന്നും എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ. ഇന്ന് കുറച്ച് ജനാസകളുമുണ്ട്. ഗായിബ് ജനാസകൾ, ഹാജരില്ലാത്ത ജനാസകൾ. അത് സംബന്ധിച്ച് അനുസ്മരണങ്ങളുണ്ട്. ആദ്യത്തെ അനുസ്മരണം പ്രഭുവിലെ ഹബീബ് റഹ്മാൻ സേർവി സാഹിബിൻ്റെതാണ്. 73-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ മൂസിയും ജീവിതം വഖഫ് ജിന്ദഗിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് സുഫി ഖുദാ ബഖ്ഷ് സേർവി എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇദ്ദേഹത്തിൻ്റെ പിതാവ് സൂഫി ഖുദാ ബഖ്ഷ് സേർവി മുഖേനയാണ് അഹമ്മദിയത്ത് എത്തിയത്. അദ്ദേഹത്തിന് 1928 ഹസരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹുവിൻ്റെ കരങ്ങളിൽ ബൈത്ത് ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചു. ഹബീബ് റഹ്മാൻ സേർവി സാഹിബ് പ്രാഥമിക വിദ്യാഭ്യാസം കരസ്ഥമാക്കിയതിനു ശേഷം പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലൈബ്രറി സയൻസിൽ MSc പാസ്സായി. 1981 അദ്ദേഹം ജീവിതം വഖഫ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ വഖഫ് സ്വീകരിക്കപ്പെടുകയും ചെയ്തു. പിന്നെ ഇദ്ദേഹം അസിസ്റ്റന്റ് ലൈബ്രറിയനായി 1981 നിയമിക്കപ്പെട്ടു. തുടർന്ന് 3-4 വർഷം ഖിലാഫത്ത് ലൈബ്രറി ഇൻചാർജായും സേവനമനുഷ്ഠിക്കുകയുണ്ടായി. പിന്നെ അദ്ദേഹത്തെ പബ്ലിക്കേഷൻ വകുപ്പിൽ നിയോഗിച്ചു. തുടർന്ന് താഹിർ ഫൗണ്ടേഷനിലേക്ക് നിയമിക്കപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം നായിബ് നാസിർ ദിവാൻ എന്ന നിലക്ക് ജമാഅത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഖുദാമുൽ അഹമ്മദിയിൽ വിവിധ നിലക്ക് മുഹത്തമിം എന്ന രീതിയിൽ സേവനത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. അൻസാറുല്ലാഹിലും കേന്ദ്ര കായിദ് എന്ന നിലക്ക് സേവനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വളരെ ശ്രമകരമായി ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വിവരിച്ചിട്ടുള്ള ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ചരിത്രം വിവിധ ഗ്രന്ഥങ്ങളിൽ നിന്നും സമാഹരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥമുണ്ടാക്കിയിട്ടുണ്ട്. അത് തദ്കാറെ മെഹദി എന്ന പേരിൽ പ്രസിദ്ധം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ നിരവധി കയ്യെത്ത് പ്രതികളിൽ സേവനം ചെയ്തിട്ടുണ്ട്. അതിൽ പലതും പല ഘട്ടങ്ങളിലാണുള്ളത്. അള്ളാഹു അദ്ദേഹത്തിന് ഒരു മകനെയും 2 പെൺമക്കളെയും നൽകിയിരിക്കുന്നു. വളരെ നിശബ്ദനും തൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുമായിരുന്നു. ഖിലാഫത്തുമായി വളരെ നല്ല ബന്ധമായിരുന്നു. അദ്ദേഹത്തെ എന്ത് ജോലി ഏൽപ്പിച്ചാലും നല്ലപോലെ നിറവേറ്റുമായിരുന്നു. എപ്പോഴും വഖഫിൻ്റെ കടമകൾ പൂർത്തിയാക്കിയിരുന്നു.
വളരെ താല്പര്യപൂർവ്വം ജോലികൾ ചെയ്തിരുന്നു. അദ്ദേഹം വളരെ ജനസമ്പർക്കമുള്ള സൽസ്വഭാവത്തിനുടമയായ വ്യക്തിയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് പൊറുമയോടും കരുണയോടും വർത്തിക്കുമാറാട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ നന്മകൾ നിലനിർത്താൻ തൗഫീക്ക് നൽകുമാറാട്ടെ. രണ്ടാമത്തെ അനുസ്മരണം ഡോക്ടർ സയ്യിദ് റിയാസുൽ ഹസൻ സാഹിബിൻ്റെതാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വഫാത്തായി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. ബ്രിഗേഡിയർ ഡോക്ടർ സിയാഉൽ ഹസൻ സാഹിബിൻ്റെ മകനായിരുന്നു. പിന്നെ അദ്ദേഹം ജീവിതം വഖഫ് ചെയ്തു. ഡോക്ടർ എന്ന നിലയ്ക്ക് സേവനം ചെയ്തുകൊണ്ടിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ ജമാഅത്തി സേവനങ്ങൾ ചെയ്തിരുന്നു. മജ്ലിസ് നുസ്രത്ത് ജഹാൻ സ്കീമിനു കീഴിൽ ഏകദേശം 20 വർഷത്തിലധികം കാലം ഉഗാണ്ട, കെനിയ, ഗാംബിയ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നല്ലപോലെ സേവനം ചെയ്തിട്ടുണ്ട്. കെനിയയിൽ വർഷങ്ങളോളം സേവനത്തിന് ശേഷം സ്പെഷ്യലൈസേഷനും ജനറൽ സർജറിയിൽ ട്രെയിനിങ്ങും വേണ്ടി അനുമതി ചോദിക്കും. പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി അനുമതി ചോദിക്കും. അവിടെ പോവുകയും നിരവധി മെഡിക്കൽ ഡിപ്ലോമകളും സർട്ടിഫിക്കറ്റുകളും കരസ്ഥമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർമാർക്ക് അനാട്ടമി പഠിപ്പിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. നല്ല പ്രഗത്ഭനായ ഡോക്ടറായിരുന്നു. ഗാംബിയയിലെ പ്രാദേശിക വിദ്യാർത്ഥികളുടെ സാമ്പത്തിക സഹായം നൽകിയിരുന്നു. അവരുടെ വിദ്യാഭ്യാസ ചെലവുകൾ സ്പോൺസർ ചെയ്തുകൊണ്ടും ജോലി അന്വേഷിക്കുന്നതിൽ സഹായിച്ചുകൊണ്ടും ദരിദ്രരും ആവശ്യക്കാരുമായ ആളുകളെ ധനസഹായം ചെയ്തു കൊടുക്കാനും എപ്പോഴും തയ്യാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ നന്മ എന്തെന്നാൽ വളരെയേറെ ദുആ ചെയ്യുകയും തഹജ്ജുദ് നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. യുവത്വകാലത്ത് തന്നെ തഹജ്ജുദിനുള്ള സ്വഭാവം ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹത്തെ അറിയുന്നവർ എല്ലാവരുമായി നല്ലവണ്ണം ഇടപഴകുന്ന, രോഗികളോട് സത്യസന്ധമായ സ്നേഹവും സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. നല്ല പരിശ്രമശാലിയും അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്ന വ്യക്തിയും ആളായിരുന്നു. ദുആ ചെയ്യുന്ന ആളും ജനങ്ങളോട് അനുകമ്പയുള്ള ആളുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ വിനയവും സേവകഭാവവും നല്ലപോലെ ഉണ്ടായിരുന്നു. നല്ല സ്വഭാവത്തിനുടമയായിരുന്നു. ജീവിതം വഖഫ് ചെയ്തവരെ ആദരിച്ചിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് പൊറുമയോടും കരുണയോടും വർത്തിക്കുമാറാകട്ടെ. മൂന്നാമത്തെ അനുസ്മരണം പ്രൊഫസർ അബ്ദുൽ ജലീൽ സാദിഖ് സാഹിബ് റബുവയുടേതാണ്. കഴിഞ്ഞ ദിവസം 80-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ മൂസിയായിരുന്നു. ഇദ്ദേഹം ഖുറൈശി അബ്ദുൽ ഖനി സാഹിബിൻ്റെ മകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പിതാമഹൻ ഹജരത്ത് മിയാ ഖുതുബുദ്ദീൻ സാബ് ഓഫ് കോലിക്കി ജില്ല ഗുജറാത്ത് മുഖേനയും മാതാമഹൻ ഹജരത്ത് മൗലവി ഉസ്മാൻ സാഹിബ് അമീർ ജമാഅത്ത് ഡേറെ ഖാസി ഖാൻ മുഖേനയുമാണ് അഹമ്മദിയത്തെത്തിയത്. ജലീൽ സാദിഖ് സാഹിബ് പൊളിറ്റിക്കൽ സയൻസിൽ MA കരസ്ഥമാക്കി. പിന്നെ 1964 ഇസ്ലാമിക് കോളേജിൽ അധ്യാപകനായി നിയമിക്കപ്പെട്ടു. 1966 വീണ്ടും അദ്ദേഹം ഇംഗ്ലീഷിൽ MA ചെയ്തു. തുടർന്ന് താലിമുൽ ഇസ്ലാം കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനായി നിയമിക്കപ്പെട്ടു. തുടർച്ചയായി 39 വർഷം വരെ അധ്യാപനം തുടർന്നു. ഞാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. കോളേജിൽ വളരെ നിശബ്ദനും വളരെ സ്നേഹത്തോടെ പഠിപ്പിക്കുന്ന ഉസ്താദുമായിരുന്നു. ശിഷ്യന്മാരുമായി നല്ല ബന്ധം ആയിരുന്നു. ശിഷ്യന്മാരെ ആദരിച്ചിരുന്നു. 2003 അദ്ദേഹം ജീവിതം വഖഫ് ചെയ്യുകയുണ്ടായി. റിട്ടയർമെൻറ്റിന് ശേഷമാണ് വഖഫ് ചെയ്തത്. അദ്ദേഹം സദർ അഞ്ജുമൻ അഹമ്മദിയുടെ ഇൻചാർജ് തർത്തീബ് റിക്കാർഡ് സൂക്ഷിപ്പ് വിഭാഗത്തിൽ ഇൻചാർജ് ആയി നായിബ് നാസിർ എന്ന നിലയ്ക്ക് നിയമിക്കപ്പെട്ടു. മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയിൽ മുഹത്തമീം എന്ന നിലയ്ക്കും സേവനം ചെയ്തിരുന്നു. പാകിസ്ഥാൻ സദർ മജ്ലിസ് സെഹത്ത് ആയി നിയമിക്കപ്പെട്ടിട്ടുണ്ട്. 1983 മുതൽ പാകിസ്ഥാനിലെ കേന്ദ്ര ഖസായിൽ ഖാസിയായിരുന്നു. തൻ്റെ മൊഹല്ലയിൽ സദറുമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 പെൺമക്കളും 1 മകനുമാണുള്ളത്. അദ്ദേഹത്തെ പറ്റി എഴുതുന്നവർ പറയുന്നു, ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്. അദ്ദേഹം വളരെയേറെ മൃദു സ്വഭാവിയും സാത്വികനുമായിരുന്നു. അദ്ദേഹം അധികവും നിശബ്ദനായി ഇരിക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. വളരെ ചിന്തിച്ചും അളന്നും തൂക്കിയുമാണ് സംസാരിച്ചിരുന്നത്. നല്ല ശുദ്ധമായ സ്വഭാവവും സൗമ്യഭാവവുമായിരുന്നു. ആരുടെയും ജോലിയിൽ അനാവശ്യമായി ഇടപെട്ടിരുന്നില്ല. ആവശ്യമെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ നൽകുമായിരുന്നു. നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ആരിൽ നിന്നെങ്കിലും പ്രയാസം നേരിട്ടാൽ പരാതിപ്പെട്ടിരുന്നില്ല. വളരെ ക്ഷമയും നന്ദിയും ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ആളുമായിരുന്നു. ആവശ്യക്കാർക്ക് നിശബ്ദമായും രഹസ്യമായും സ്ഥായിയായ സാമ്പത്തിക സഹായം ചെയ്തിരുന്നു. ഖിലാഫത്തുമായി വലിയ ആഴത്തിലുള്ള ബന്ധമായിരുന്നു. തുടർച്ചയായി കത്തെഴുതുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധങ്ങളും വീട്ടിലും ഭാര്യയോടും വളരെ നല്ലതായിരുന്നു. മാതാപിതാക്കളുടെ സേവനങ്ങളും അവരുടെ അവകാശങ്ങളും നൽകിയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരൻ എഴുതുന്നു, സഹോദരന്മാരുടെ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു.
വളരെ വലിയ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കി അവരെ സേവിച്ചിരുന്നു എന്ന് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ എഴുതുന്നു ഇദ്ദേഹത്തെക്കുറിച്ച്. അടുത്ത അനുസ്മരണം ജംഗിലെ മാസ്റ്റർ മുനീർ അഹമ്മദ് സാഹിബിനെ സംബന്ധിച്ചാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം 82-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് മിയാ ഗുലാം മുഹമ്മദ് സാഹിബ് 1930 ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്തു. മാസ്റ്റർ സാഹിബ് ജന്മന അഹമ്മദിയായിരുന്നു. ഖുദാമുൽ അഹമ്മദിയയിലും അൻസാറുല്ലാഹിലും 40 വർഷം തുടർച്ചയായ സേവനത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. ജംഗിലെ ജില്ലാ കായിദും ജില്ലാ നാസിമുമായിരുന്നു. പിന്നെ ചിനിയോഡ് ജില്ല ഉണ്ടായപ്പോൾ അവിടെയും തുടരുകയുണ്ടായി. വളരെ ആത്മാർത്ഥതയും സേവന മനസ്കൃതിയുമുള്ള ജനോപകാരിയായിരുന്നു. എങ്കിൽ പ്രൈമറി സ്കൂൾ ടീച്ചറായി ജോലി ചെയ്തിരുന്നു. ആയിരക്കണക്കിന് ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ട്. അവർ അദ്ദേഹത്തെ വളരെയേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ജനങ്ങൾക്ക് വളരെ ഉപകാരം ചെയ്യുന്ന പരോപകാരിയായിരുന്നു. സർക്കാർ ഓഫീസുകളിൽ പോകുന്നതിന് വേണ്ടി ജനങ്ങൾ, പ്രത്യേകിച്ച് അഹമ്മദികൾക്ക് വളരെ ഉപകാരപ്പെട്ടിരുന്നു. അവരെ സഹായിക്കുക മാത്രമല്ല പലപ്പോഴും തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവരെ സൽക്കരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പൊതുജനസമ്പർക്കം വളരെ വലുതായിരുന്നു. ഈ ബന്ധങ്ങൾ ജമാത്തിനും ജമാത്തിലെ ആളുകളുടെ സേവനത്തിനും വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത്. സ്വന്തം പ്രയോജനത്തിന് വേണ്ടിയായിരുന്നില്ല. തടവുകാർ അത് ജമാത്തിൽപ്പെട്ടവരാണെങ്കിലും അനഹമ്മദികളാണെങ്കിലും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എപ്പോഴും തയ്യാറായിരുന്നു. ജയിൽ അധികാരികളുമായി വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നു. അത് മുഖേന അദ്ദേഹം ജമാഅത്തി തടവുകാരുടെ ക്ഷേമകാര്യങ്ങളും നടത്തിയിരുന്നു. ജയിലുകളിൽ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ജയിലിലായിരുന്ന സന്ദർഭത്തിലും എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സേവനങ്ങളാണ് അദ്ദേഹം ചെയ്തത്, കാഴ്ചവെച്ചത്. ആ സമയത്ത് ജയിലറും ആയുള്ള വ്യക്തിപരമായ ബന്ധം കാരണം ഞങ്ങൾക്ക് വലിയ സൗകര്യങ്ങൾ ചെയ്തു തന്നു. സാധാരണ ജയിലിലുള്ളവർക്ക് അന്തേവാസികൾക്കില്ലാത്ത സൗകര്യങ്ങൾ നൽകുകയുണ്ടായി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ സേവനങ്ങൾ അനുഷ്ഠിച്ചു. പ്രത്യേകമായ നിലയിൽ വ്യക്തികളെ തിരഞ്ഞെടുത്ത് സേവനം ചെയ്തിരുന്നില്ല. മറിച്ച് സാധുവായ അഹമ്മദിയാണെങ്കിലും ധനികനാണെങ്കിലും ആരാണെങ്കിലും അവരുടെ സേവനത്തിന് വേണ്ടി എപ്പോഴും തയ്യാറായിരുന്നു. പൊതുവിൽ തടവുകാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. ഖാദിയാനോട് അദ്ദേഹത്തിന് പ്രത്യേക സ്നേഹമായിരുന്നു. ഏകദേശം എല്ലാ വർഷവും ഖാദിയനിൽ പോയിരുന്നു. അവിടെ ഡ്യൂട്ടികളിലും ഭാഗഭാക്കായിരുന്നു. കേന്ദ്ര പ്രതിനിധികൾ തൻ്റെ ജില്ലയിൽ പര്യടനത്തിന് വരുമ്പോൾ അവരുമായി നല്ലപോലെ സഹകരിച്ചിരുന്നു. നോട്ടീസ് വിതരണം ചെയ്തതിൻ്റെ പേരിൽ 1988 അദ്ദേഹത്തിന് മേൽ ഒരു കേസും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് തള്ളിപ്പോയി. അള്ളാഹു അദ്ദേഹത്തോട് പൊറമയോടും കരുണയോടും കൂടി വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് മക്കൾ ഇല്ലായിരുന്നു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.